വീട്ടിലാണെങ്കിലും വന്നാൽ ഒന്നും മിണ്ടാതെ അകത്ത് കയറി പോവുകയാണ്. എന്ത് മര്യാദയാണ്. ഇതെന്റെ ഒരു കൂട്ടുകാരനാണ്, സെൻട്രൽ ഇന്റലിജൻസ് ആൻഡ് ജോലി. പേര് അപ്പക്കുട്ടമില്ല. ഇങ്ങോട്ട് മാറ്റം കിട്ടി. ഈ തെക്കേ വീട് വാടകയ്ക്ക് താമസിക്കുകയാണ്. ഇതാണ് എന്റെ ചേച്ചി. എടോ, തന്റെ ചേച്ചിക്ക് ഭക്തിയും സന്യാസവും എന്നൊക്കെ പറഞ്ഞപ്പോ ഞാൻ കരുതി പ്രായ കൂടുതൽ കാണുമെന്ന്. ഇവര് തീരെ ചെറുപ്പമാണല്ലോ. ചെരുപ്പ് അല്ല, ഷൂസ്. ഷൂസ് പുറത്തിട്ടേക്കും. അതാണ് ഇവിടുത്തെ ചിട്ട. എനിക്ക് മനസ്സില്ല. ഞാൻ കാശ് കൊടുത്ത് വാങ്ങിച്ചാണ്, എന്റെ കാലിൽ തന്നെ കിടക്കും. അല്ല, അങ്ങ് പോകാണോ? വിശേഷങ്ങൾ ചോദിക്കട്ടെ. വിശേഷങ്ങൾ പറയാൻ അനന്തൻ എവിടെ ഇല്ലേ? നിങ്ങളോട് പറയാനുള്ളത് അവനോട് പറഞ്ഞാൽ മതിയോ? അതിരിക്കട്ടെ, പേരെന്താ? എന്റെ പേരോ? എന്റെ പേര് സരസ്വതി അമ്മ. ഈ അമ്മസ്ഥാനം ചേർത്ത് വിളിക്കുന്നത് നിർബന്ധമാണോ? എന്നെ കൊണ്ടാവില്ല. നിങ്ങൾ എന്നേക്കാൾ പ്രായം കുറഞ്ഞ ഒരു പെണ്ണാണ്. ഞാൻ സരസ്വതി എന്നേ വിളിക്കൂ. ഇഷ്ടമുണ്ടെങ്കിൽ കേട്ടോണം. പിന്നെ എന്നെ അപ്പൂട്ടൻ ചേട്ടാന്ന് വിളിച്ചോണം. എന്റെ ചേച്ചിയുടെ ആരും ഇതുവരെ ഇങ്ങനെ സംസാരിച്ചിട്ടില്ല. ശ്രീ പാർവതി ദേവിയോടായാലും ഞാൻ ഇങ്ങനെ പറയും. പിന്നെയാണ് തന്റെ ഈ സരസ്വതി ചേച്ചി. ആരാ കൊച്ചമ്മ അപ്പുറത്ത് വന്നത്? ആരോ ഒരു മര്യാദ കിട്ടണം. നീ കൊണ്ടുപോയി കാപ്പി കൊടുക്ക്. കൊച്ചമ്മേ, ഒരാൾ വീട്ടിൽ വരുമ്പോ ഞാൻ കാപ്പി കൊണ്ടുപോയി കൊടുക്കുന്നത് ശരിയാണോ? അത്രയൊക്കെ ശരി മതി. നീ കൊണ്ടുപോയി കൊടുക്ക്. എനിക്ക് ആത്മഹത്യത്തിൽ പോകാൻ സമയമായി. എന്ത് പറ്റിയടോ തന്റെ ചേച്ചിക്ക് ഇത്ര ചെറുപ്പത്തിലെ സന്യാസം തുടങ്ങാൻ? എനിക്കറിഞ്ഞുകൂടാ. പുരുഷവർഗത്തോട് മുഴുവൻ ചേച്ചിക്ക് വിദ്വേഷമാണ്. അമ്മ ജീവിച്ചിരുന്നപ്പോഴേ ചേച്ചിക്ക് ഒരുപാട് കല്യാണക്കാരും വന്ന ചേച്ചി ഒന്നിനും സമ്മതിച്ചില്ല. ഇവിടേതാ? ഇവിടുത്തെ അടുക്കളക്കാരിയാണ് പൊന്നമ്മ. പൊന്നമ്മയ്ക്ക് സന്യാസമൊന്നും ഇല്ലേ? എങ്ങോട്ടാ? അമ്പലത്തിലേക്കായിരിക്കും. ഈ സമയത്ത് വല്ലൊരു അമ്പലത്തിൽ പോവോ സരസ്വതി? അതെന്റെ സൗകര്യമാണ്. അല്ല, അത് ശരിയാണ്. ഏതായാലും പോകുന്ന സ്ഥിതിക്ക് ഞങ്ങളുടെ കാര്യം കൂടെ ഒക്കെ ഒന്ന് ഭഗവാനോട് പറഞ്ഞേക്കണേ. നിങ്ങളുടെ സംസാര രീതിയൊന്നും എനിക്കിഷ്ടമല്ല, പറഞ്ഞേക്കാം. ഞാൻ ഇന്ന് വരെ ഒരു പെണ്ണിന്റെ ഇഷ്ടത്തിന് വേണ്ടി സംസാരിച്ചിട്ടില്ല. ഞാൻ എന്റെ ഇഷ്ടത്തിന് അങ്ങ് സംസാരിക്കുകയാണ്. ഞാൻ അവിവാഹിതനാണ്. ചേച്ചി വേഗം പോയിട്ട് വന്നു. പിന്നെ വിശേഷിച്ചൊരാൾ ഇവിടെ ഇരിക്കുമ്പോ ഇങ്ങനെ ഇട്ടെറിഞ്ഞേച്ച് പോകുന്ന അത്ര മര്യാദയൊന്നും അല്ല കേട്ടോ. തന്നെ ഇവിടുന്ന് ചേച്ചി ഇറക്കി വിടുമോന്ന് ഞാൻ ഭയന്നിരുന്നു. നീ പറ. സരസ്വതി അമ്മ, ഗീതാഗോവിന്ദം പാടുന്നതും കേൾക്കുന്നതും സായുജ്യമാണ്. അത് കേൾക്കുന്ന പക്ഷിമൃഗാദികൾക്കും വൃക്ഷലതാദികൾക്ക് പോലും സായുജ്യം കിട്ടും. പാടുക. ബഹുമാനപ്പെട്ട അമ്മയ്ക്ക് എനിക്ക് സുഖം തന്നെ. കൊച്ചമ്മയും അങ്ങൊന്നും നല്ല ആളുകളാകുന്നു. കഴിഞ്ഞ മാസത്തെ ശമ്പളം ഇന്ന് അയക്കുന്നു. വിലാസിനിക്ക് ഒരു പാവാടയും ബ്ലൗസും വാങ്ങിക്കൊടുക്കാൻ മറക്കരുത്. അമ്മയ്ക്കും വിലാസിനിക്കും രുക്മിണിക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എനിക്കും അപ്രകാരം. കുളത്തിന്റെ വടക്കേതിലെ ലീലാമണിയെയും അമ്മിണി ചേച്ചിയെയും ചോദിച്ചതായി പറയണം. വലിയ വീട്ടിലെ അപ്പൂപ്പന്റെ വാദനീര് കുറവുണ്ടോ? പൊട്ട, എടാ പൊട്ട, ഇങ്ങോട്ട് വാ. ഇങ്ങോട്ട് വരാനല്ല പറഞ്ഞത്. പൊട്ട, വാ 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 വാ. എന്താ ഇയാളുടെ ഒരു ഗൗരവം? നിനക്ക് ചോറ് വേണ്ടേ? വേണ്ട. വേണോ വേണ്ടേ? വേണ്ട. എന്നോട് പിണക്കാണോ? ഒരു പിണക്കക്കാരൻ. വാ, ചോറ് തരാം. വാ. ഇതെന്താണ് ഈ കോലം? ഇതെന്താണ് കൊച്ചമ്മേ? എടി, നിന്നോട് ചോദിച്ചാൽ നീ എന്നോട് ചോദിക്കുന്നു. നേരത്തെ വന്ന സാറില്ലേ, ആ സാറിന്റെ പണിയാ. സാറ് നേരത്തെ അടിച്ചു വരാമായിരുന്നില്ലേ? ഇപ്പൊ പോയതേ ഉള്ളൂ. ശരി ശരി, വേഗം അടിച്ചു വരി, ചാണ വെള്ളം തെളിക്കി. നാരായണ നാരായണ.
ചേച്ചി എവിടെ പോയിരുന്നു? അല്ലാത്ത ഉഷ്ണം. ആ ചേച്ചി, നേരത്തെ ഇവിടെ വന്ന ആളില്ലേ, ആ അപ്പുക്കുട്ടൻ പിള്ള, അയാൾക്ക് അരിവിപ്പുകാരനെ കിട്ടിയില്ല. കുറെ ദിവസത്തേക്ക് ഇവിടെ ഊണാക്കിയ കൊള്ളാമെന്ന് പറഞ്ഞു. സാധ്യമല്ല. അതെന്താ ചേച്ചി? സാധ്യമല്ല, അതുകൊണ്ട് തന്നെ. ഇങ്ങനെ തുടങ്ങിയാൽ എങ്ങനെ? അയാൾ എന്റെ ഒരു സ്നേഹിതനല്ലേ. നീ പോടാൻ നിന്നെ ചോദിക്കണം. ഞാനങ്ങ് സമ്മതിക്കുകയും ചെയ്തല്ലോ. എന്നാ നീ തന്നെത്താനെ വെച്ച് വിളമ്പി കൊടുക്കേണ്ടി വരും. വെക്കാനും വിളമ്പാനും ഒക്കെ നമ്മുടെ പൊന്നമ്മയില്ലേ ഇവിടെ. ഇവിടെ സാധ്യമല്ല, പോയി പറഞ്ഞേക്ക്. അയാളൊരു മര്യാദക്കാരനാണ് ചേച്ചി. ഒരു മര്യാദക്കാരൻ. നമുക്ക് അയാൾ ഒരിക്കലും ഒരു ഉപദ്രവമായിരിക്കില്ല. ചേച്ചി എന്താ ഒന്നും മിണ്ടാത്ത? സാധ്യമല്ലെന്ന് എത്ര തവണ പറയണം? എനിക്ക് നാമം ജപിക്കണം. പൊന്നമ്മേ, എന്തോ? ഇവിടെ കിടന്ന കസേരയല്ല ഇവിടെ. അതൊക്കെ അപ്പുറത്താണ്. ഇന്ന് പൂജയാണ്. സ്വാമി ഇപ്പൊ വരും. എന്താ സ്വാമിക്ക് കസേര കണ്ടുകൂടായോ? എന്റെ പൊന്നു ചേച്ചി, ഞങ്ങൾ എവിടെയാ ഒന്നിരിക്കുക? അപ്പത്തെങ്ങാനും പോയി ഇരുന്നോളൂ. എടോ, നമുക്ക് പോവാം. സരസ്വതി എനിക്ക് ദയവായി ആഹാരം തരാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. ഇവിടെ നിന്നാൽ ഞാൻ വല്ലതും പറയും, എന്റെ കഞ്ഞുകൂടി മുട്ടും. വാ, നീങ്ങി വാ. ആ സാർ എന്ത് പറഞ്ഞാലും തമാശയാണ്. നീ വേഗം വിളക്ക് കൊടുത്തു തന്നെ. ഗോപാലകൃഷ്ണ, അയ്യോ സ്വാമിജി. ലക്ഷ്മീകാന്ത, ഗോപികാവല്ലഭ, ഭാമവല്ലഭ, രാധാരമണി, സ്ത്രീജന ഹൃദയ ഹാരി, നാരീനയന മോഹന. സ്വാമിജി ഇരുന്നാട്ടെ. ഗുരുവേ, ആസന. സരസ്വതി അമ്മ, സ്വാമി പൂജാമുറിയിലെല്ലാം ഒരുക്കിയോ? എല്ലാം ഒരുക്കിയിട്ടുണ്ട് സ്വാമി. നിർമ്മല, ഗുരുവേ, പൂജാമുറിയിൽ പോയി എല്ലാം ഒരുക്കൂ. സരസ്വതി അമ്മയ്ക്ക് പോകാം. നാം ആസനസ്ഥനായി ഇനി അല്പം വിശ്രമം. പരികർമ്മത്തിൽ മീനാക്ഷി വന്നിട്ടുണ്ടോ? ഇപ്പൊ വരും. ആളയച്ചിട്ടുണ്ട്. സരസ്വതി അമ്മയ്ക്ക് പോകാം. കുട്ടി, ഇവിടെ വരൂ. വരൂ, നാം കൽപ്പിക്കട്ടെ. കുട്ടിയുടെ പേര്? പൊന്നമ്മ. നല്ല നാമം, നല്ല കുട്ടി. കുറച്ചുകൂടെ അടുത്ത് വരൂ, നാം അനുഗ്രഹിക്കട്ടെ. എത്ര വയസ്സായി കുട്ടിക്ക്? 17. നല്ല കുട്ടി, നല്ല പ്രായം. പൊന്നമ്മ ആശ്രമത്തിൽ വരണം, നാം ഉപദേശം തരും. സോറി. മംഗളം. ഓഹോ, മംഗളം മംഗളം. ഇയാളാണോ ഈ ഗിരിധര സ്വാമികൾ എന്ന് പറയുന്നവൻ? അതേ ഭക്ത. തന്റെ വീട് എവിടെയാ? യോഗീശ്വരന്മാർക്ക് വീടില്ല, കാലമില്ല, ദേശമില്ല. നിർമുക്തം കാലദേശാഭ്യാം. തന്നെ മനസ്സിലാകുന്നുണ്ടോ? കുറെയൊക്കെ മനസ്സിലാവുന്നുണ്ട്. നമുക്ക് പോവാ. നാം വ്യാഖ്യാനിക്കും. നടക്കട്ടെ. നമുക്ക് വീടില്ല, ദേശമില്ല, അമ്മയില്ല, അച്ഛനില്ല. ഈ ഒടുവിൽ പറഞ്ഞത് മനസ്സിലായി. പോകാമേ. വാ, പോകാം. ഗോപാലകൃഷ്ണ, പൊന്നമ്മ ഇനി അടുത്ത് വരും, നാം ഉപദേശിക്കാം. ഗുരുവേ, എഴുന്നള്ള. ചതുർഭുജേ ചന്ദ്രകലാവതംസേ കുജോന്നതേ കുങ്കുമരാഗശോണേ കുണ്ട്രേഷു പാശാങ്കുശ പുഷ്പബാണേ ഹസ്തേ നമസ്തേ ജഗദേകമാതാ. പൊന്നമ്മേ, എന്താടാ പൊട്ട? പൊന്നമ്മയ്ക്ക് കപ്പലണ്ടി വേണോ? വേണ്ട. എന്റെ കയ്യിലുണ്ട്. ആഹാ, എന്നത്താ? ഇതാ, ഞാൻ 5 പൈസ കൊടുത്ത് വാങ്ങിച്ചതാ. ആഹാ, പൊന്നമ്മേ, ആ, ഞാൻ ഇവിടെ നിന്ന് എവിടെയെങ്കിലും അങ്ങ് പോവും. അതെന്താ? എന്നെ ഇവിടെ ആർക്കും ഇഷ്ടമില്ല. എനിക്ക് പൊട്ടനെ വലിയ ഇഷ്ടമാണ്. പൊന്നമ്മയ്ക്ക് എന്നെ ഇഷ്ടമാണോ? വലിയ ഇഷ്ടം.
പൊന്നമ്മേ, എന്താണ് പൊട്ട? ഒന്നുമില്ല, ഒന്നുമില്ല. പൊന്നമ്മയ്ക്ക് പൂജയും ഭജനയൊന്നുമില്ലേ? ഇല്ല, ഉം. ആ സ്വാമി നല്ലവനല്ല. അതെന്താ? നല്ലവനല്ല. കാരണം എന്നെ അനുഗ്രഹിക്കാൻ വന്നു. അത് പിന്നെ യോഗീശ്വരന്മാരുടെ കടമയല്ലേ? ആ, അങ്ങനല്ല. എന്റെ തലയിൽ കൈവച്ച് തലയിൽ കൈവച്ച് വേണമല്ലോ അനുഗ്രഹിക്കാൻ. കൈവച്ച് പുറത്തുകൂടെ താഴോട്ട്. എനിക്ക് പറയാൻ നാണാകുന്നു. എങ്ങനെ എങ്ങനെ? തലയിൽ കൈവച്ച് എന്നിട്ട് പുറത്തുകൂടെ താഴോട്ട് ഇങ്ങനെ. സരസ്വതി ചേച്ചി, സരസ്വതി ചേച്ചിയെ. ആ സാറിന്റെ ഒരു തമാശ. നീ പോയി എന്ത് വേണം ചോദിച്ചിട്ട് ഓടിപ്പണി. എന്തോ ഇവിടുത്തെ കെട്ടിലമ്മ എന്തിയെ ബന്ധമേ? മുഖം കാണിക്കാൻ വന്നതാണ്. കൽപ്പിച്ച് ഇങ്ങോട്ടൊന്ന് എഴുന്നള്ളാൻ പറഞ്ഞേ. എന്തോന്നത്ര ചിരിക്കാൻ? എന്താ സരസ്വതി, വിശന്ന് പ്രാണം പോകുന്നു. എന്തെങ്കിലും തിന്നാൻ തന്നെ, അല്ലെങ്കിൽ ഞാൻ പച്ച ഇറച്ചി കടിച്ച് തിന്നും. മാംസം ഉള്ളവരൊക്കെ വളരെ സൂക്ഷിച്ചോണം. ഇന്ന് ഉപ്മാവേ ഉള്ളൂ. ആ, ഒട്ടുമാവാണെങ്കിലും ഞാൻ തിന്നും. എടി പെണ്ണെ, കാപ്പി കൊണ്ടു കൊടു.